സാറിന് ഒരു പുസ്തകം പുറത്തു വരുന്നതാണ് പറയുന്നത് EP എഴുതിയത്. അതിൽ സാറിനെതിരെ വിമർശനം ഉണ്ടെന്നാണ് പുറത്തു വരുന്നത്. 3 ആഴ്ച കൊണ്ട് വിമർശനത്തിന് വിധേയനാവാൻ മാത്രം ആ പുസ്തകത്തിൽ ആ പേജ് ആരാണ് തിരികെ കയറ്റിയതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മകഥയായിട്ട് എഴുതുമ്പോൾ അതിലെത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇതുണ്ടെങ്കിൽ അപ്പം ഞാൻ പ്രതികരിക്കാം. ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. അദ്ദേഹം തന്നെ നിരാകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി DC-യുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇത് തുടങ്ങുന്ന ചില അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നാണ്. അപ്പോൾ അതിൽ കൂടുതൽ പാർട്ടി വിമർശനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, പുസ്തകം വായിച്ചിട്ടില്ല. പുസ്തകം ഇറങ്ങിയ ശേഷം ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ തയ്യാറുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ പറ്റിയിട്ടുള്ള പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ആ പ്രതീക്ഷ അതെങ്ങനെയാണ് അടുത്ത ഒരാഴ്ചക്കാലവും വോട്ടെടുപ്പ് കഴിഞ്ഞും നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സരിൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പാർട്ടിയിൽ വരുന്നത് സ്ഥാനാർത്ഥി മോഹികൾ എന്നുള്ള രീതിയിലാണ് ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നതെന്നാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് വരുന്ന വാർത്തയാണ്, ഞാൻ അതെടുത്ത് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ ചിലപ്പോൾ വളച്ചൊടിക്കുന്നതാകും, എനിക്കറിയില്ല. സ്ഥാനാർത്ഥി മോഹിയാണോ അല്ലയോ എന്ന് ജനത്തിന് വിധി എഴുതാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരാൾ സ്ഥാനാർത്ഥി മോവുകയാവില്ല. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ ബോധ്യമാകുന്നുണ്ടല്ലോ അവർക്ക്. ആ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുക. മറ്റ് ചോദ്യങ്ങൾ അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.